വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഖൽബുൽ ഖുർആനാകുന്ന സൂറത്ത് യാസീനിലെ 55-ാമത്തെ ആയത്ത് മുതലുള്ള വിശദീകരണങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സ്വർഗീയ സന്തോഷങ്ങളെപ്പറ്റി അല്ലാഹു തആല സവിസ്തരം വിശദീകരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞു ഹും അസ്വാജുഹും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അതിലൂടെ വിളിച്ചറിയിക്കുന്ന സന്ദേശം ഓരോ വ്യക്തികൾക്കും ഇണയുമായി എത്രത്തോളം ബന്ധമുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ ഇണ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇണയാകുന്ന പുരുഷൻ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇണയാകുന്ന സ്ത്രീ, ഭാര്യ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ എന്നാണ്. ഫീ ളിലാലിൻ, തണലുകളിൽ, അങ്ങേയറ്റത്തെ പരിപൂർണത, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ പരിപൂർണത ഇണയിലൂടെയാണെന്നും ആ ഇണയെ നമുക്ക് നൽകുമ്പോൾ ആ ഇണയുമായി ഉല്ലസിക്കാൻ, ആ ഇണയുമായി സന്തോഷം പങ്കുചേരാൻ നമുക്ക് പറ്റിയൊരിടം വേണം. റൊമാൻറ്റിക്കലി നമുക്ക് നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഇണയോട് നമുക്ക് പെരുമാറാൻ തോന്നണമെങ്കിൽ ശാന്ത സുന്ദരമായൊരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കൊടും ചൂടിൽ, വലിയ ചൂടിൽ, വെയിലുള്ള ഒരു സ്ഥലത്ത്, ഒരു മരുഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഭാര്യയുമായി നമുക്ക് ഇണചേരാനോ അല്ലെങ്കിൽ അവരുമായി സ്വ പറയാനോ സംസാരിക്കാനോ ഒരു മൂഡ് നമുക്ക് വരില്ല. കാരണം ശക്തമായ ചൂടാണ്, ശരീരമൊക്കെ ചൂടുകൊണ്ട് വല്ലാത്ത അസ്വസ്ഥരായിരിക്കും നമ്മൾ. അപ്പൊ അതിനുള്ളൊരു കണ്ടീഷൻ, ആ ഒരു ക്ലൈമറ്റ് അല്ലാഹു തആല അവിടെ ഇട്ടു തരികയാണ്. ഫീ ളിലാലിൻ, നല്ല തണൽ. ദുനിയാവിലെ തണൽ പോലെയുള്ള തണലല്ല, നല്ല തണൽ. ദുനിയാവിന്റെ തണലിനെ പറ്റി മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഫീ ളിലാലിൻ എന്ന് പറഞ്ഞല്ലോ, ആ ളിലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ എന്ന് നമ്മൾ പറഞ്ഞു. അവരവരുടെ സോഫകളിൽ ഡെക്കറേറ്റ് ചെയ്ത സോഫകളിൽ അവരെന്താണ്? ഉല്ലസിക്കുന്നവരാണ്. ഈ ളിലാലിൻ നമ്മൾ ദുനിയാവിൽ കരുതുന്നത് പോലത്തെ തണലൊന്നല്ല ഇവിടെ തണല്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ലശജറ, സ്വർഗ്ഗത്തിൽ ഒരു മരമുണ്ട്. സ്വർഗ്ഗത്തിലെ ഒരു മരം, ആ മരത്തെ പറ്റിയാ പറയുന്നത്. സ്വർഗ്ഗത്തിലെ ഒരു മരം, യസീറു റാകിബുൽ ജവാദൽ മുളമ്മറ, യസീറു റാകിബുൽ ജവാദൽ മുളമ്മറ സരീഅ മിഅത ആമിൻ മാ യഖ്തഅഹാ. സുബ്ഹാന റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശീലനം സിദ്ധിച്ചതായ വേഗതയുള്ള കുതിരപ്പുറത്ത്, പരിശീലനം നൽകപ്പെട്ട ഒരു കുതിര, വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിര, ആ കുതിരപ്പുറത്ത് ഒരാൾ 100 വർഷം, 100 വർഷം ആ കുതിരപ്പുറത്തിരുന്ന് ആ വൃക്ഷത്തിന്റെ തണലിലൂടെ ഓടിയാൽ, സഞ്ചരിച്ചാൽ, അതിന്റെ തണൽ അവസാനിക്കുകയില്ല, ആ മരത്തിന്റെ തണൽ വിട്ടുകിടക്കുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. യാതൊരു സംശയത്തിന് ലാഞ്ചനയില്ലാത്ത ഹദീസാണ്. ഒരു മരത്തിന്റെ തണല് 100 വർഷം. സാധാരണ കുതിരയല്ല, പരിശീലനം നൽകപ്പെട്ട കുതിര ചീറിപ്പാഞ്ഞു പോകുമ്പോൾ
100 വർഷം അതിന്റെ ആ തണലിലൂടെ കടന്നുപോയാലും ആ മരത്തിന്റെ തണൽ വിട്ടുകിടക്കില്ല. അങ്ങനെയുള്ള തണലാണ് സ്വർഗീയ ലോകത്തെ ഒരു മരത്തിന്റെ തണല് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള തണലിനെ പറ്റിയാണ് പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നത്. അല്ലാഹു തആല ആ തണലിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല സുഹൃതങ്ങൾ ചെയ്ത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ പെടാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.